എന്തല്ല എല്ലാവർക്കും സുഖം തന്നെയാണ്. ഏതായാലും നാട്ടിൽ വന്ന വകയിൽ എനിക്ക് കുറച്ച് കല്ലുമ്മക്കായ കിട്ടി. അപ്പോൾ ഞാൻ വിചാരിച്ച് പിന്നെ എല്ലാവരെയും ഒന്ന് കാണിച്ചു തരാം. കാണേണ്ട കല്ലുമ്മക്കായ തന്നെയാണ്. കണ്ടോ, പണ്ടെന്ന് പറഞ്ഞാൽ ഇതൊന്നും നമ്മൾ ഉപയോഗിച്ചിട്ടേ ഉണ്ടാവില്ല, വലിച്ചെറിയുന്ന സാധനം. എന്നാലും ഇപ്പോഴത്തെ ഗതികേടിന് ഇതെങ്കിലും ഇതെന്ന് വെച്ചിട്ട് ഉണ്ടാക്കുക അല്ലേ. അപ്പോൾ ഞാനിതൊന്ന് ക്ലീൻ ചെയ്യുന്ന കാണിച്ചു തരാം. ഇത് നല്ലോണം ഇങ്ങനെ ഉരച്ച് കഴുകണേ. ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ പറ്റി പിടിച്ചിട്ടുണ്ടാവും എന്തോ ഒരു അഴുക്ക്. അതെല്ലാം ഒന്ന് നല്ലോണം കഴുകിയിട്ട് അതിൻ്റെ മുകളിൽ നിന്ന് കുറച്ചൊരു ഉള്ളി അതിൻ്റെ ഒരു എക്സ്ട്രാ അതിൻ്റെ ഒരു വളർച്ചയായിട്ടാ എന്തെന്നാന്ന് അറിഞ്ഞൂടാ, ഒരു പരാതജീവിയോ എന്തോ എന്ന് അറിഞ്ഞൂടാ. അതെല്ലാം ഒന്ന് ചുരണ്ടി വൃത്തിയാക്കി കഴുകിയിട്ട് എടുക്കണം. ഇങ്ങനെ കഴുകിയെടുക്കലാണ് വലിയ പണി. കണ്ടോ, അത്ര ചെറുതാണ്. പക്ഷേ ചെറുതായാലും ഉള്ളിൽ നല്ലോണം ഇറച്ചിയുണ്ട് കേട്ടോ. അതിൻ്റെ ചിപ്പിയെല്ലാം ഒന്ന് പറിച്ച് ഇങ്ങനെയെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തിട്ട് എടുക്കണം. വേണ്ട, ഇതുപോലെ എല്ലാം എടുത്തിട്ട് കാണിച്ചു തരാം. കണ്ടോ, നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. ഇതിന് വെള്ളമൊന്നും ഒഴിക്കണ്ട, വെറുതെ അടുപ്പത്ത് വെച്ചിട്ടൊന്ന് തിളപ്പിച്ചാൽ മതി. അപ്പോൾ അതിൽ തന്നെ വെള്ളം വരും. എന്നിട്ട് അത് അതിൻ്റെ ഒരറ്റം പിളർന്നിട്ട് കാണിച്ചു തരാം. ഈ സ്ഥലത്ത് ഇങ്ങനെ ഒരു പിളർപ്പ് വരും. പിളർന്ന് വന്നാൽ നമുക്ക് ഇറന്നെടുക്കാൻ പെട്ടെന്ന് കഴിയും. അപ്പോൾ അതൊരു 5 മിനിറ്റ് വെക്കുമ്പോഴത്തേക്ക് തിള വരുന്നുണ്ട്. ആവി വരുന്നുണ്ട്. ആവി വരാൻ തുടങ്ങി. ഇനി നമുക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ നിറച്ച് പൊന്തുന്ന ഇതെടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം. അതിൻ്റെ ഉള്ളിൽ നിന്ന് എങ്ങനെ ഇറച്ചി വരുന്നതെന്ന്. നല്ല ഇറച്ചിയുണ്ട്, പക്ഷേ ചെറുതാണെങ്കിലും. അപ്പോൾ ഇനി ഇതൊന്ന് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഞാൻ പൊതുവേ ഇത് നമ്മൾ തണിയാൻ വെക്കുക ചെയ്യുക. പക്ഷേ ഇന്നിപ്പോൾ എനിക്ക് അതിന് സമയമില്ല. അതുകൊണ്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് അതിൽ വെള്ളം ഒഴിച്ചിട്ട് തണുപ്പിച്ചിട്ട് അത് ഞാൻ കാണിച്ചു തരാം. അതിന് ഇത് മാരിനേറ്റ് ചെയ്യാൻ ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1.5 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അത്യാവശ്യത്തിന് ഉപ്പ്, കാരണം കല്ലുമ്മക്കായിൽ നല്ല ഉപ്പായിരിക്കും. അപ്പം അത്യാവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് ഞാൻ 2 നുള്ളുപ്പേ എടുത്തിട്ടുള്ളൂ. ഇറന്ന് വെച്ച കല്ലുമ്മക്കായും കൂടി ഇതിൽ ചേർത്തിട്ട് അതിൻ്റെ ബാക്കിലൊരു അഴുക്കുണ്ടാവും, അതും കൂടെ നുള്ളിക്കളയണം കേട്ടോ. ഇവിടെ ഇങ്ങനെ ഇതങ്ങ് നുള്ളിക്കളയണം. എന്നിട്ട് അതിൽ ഇട്ടിട്ട് നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്തിട്ട് കാണിച്ചു തരാം. നല്ലോണം മാരിനേറ്റ് ചെയ്തിട്ട് ഒരു 20 മിനിറ്റ് മൂടി വെച്ചിട്ട് അവിടെ ഇരിക്കട്ടെ. 20 മിനിറ്റ് ഇത് നല്ലോണമായി ഉപ്പും മുളകും മഞ്ഞളും എല്ലാം അതിൽ നല്ലോണം പിടിക്കട്ടെ. അതിന് ശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഇപ്പോൾ 20 മിനിറ്റ് ആയിട്ടുണ്ട്. അതിന് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നല്ലോണം ചൂടായാൽ അതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച കല്ലുമ്മക്കായ ചേർത്തിട്ട് നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതൊരു ക്രിസ്പി ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. ഇല്ലെങ്കിൽ വെറുതെ മസാല ഉണ്ടാക്കി അതിലിട്ടിട്ട് എടുക്കാം കേട്ടോ. പക്ഷേ അതിനും കുറച്ചുകൂടി ഇത് നല്ല ഒരു ടേസ്റ്റി ആയിട്ട് തോന്നിയതുകൊണ്ടാണ് ഞാനിങ്ങനെ ഉണ്ടാക്കുന്നത്. പിന്നെ ഇത് ഫ്രൈ ചെയ്തിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നമുക്ക് അങ്ങനെയും ചെയ്യാം. പിന്നെ അതിൽ മസാല ഉണ്ടാക്കിയിട്ടും ചെയ്യാം ഒരേ പോട്ടിൽ തന്നെ. പക്ഷേ ഞാനിപ്പോൾ എനിക്ക് പെട്ടെന്ന് ചെയ്യേണ്ടതുകൊണ്ട് ഞാനത് അങ്ങനെ അടുപ്പത്തേക്ക് മാറ്റിയിട്ടുണ്ട്. അത് അവിടെ നിന്ന് ഫ്രൈ ആയിട്ട് സൈഡ് ബൈ സൈഡായിട്ട് നമ്മൾ മസാല ഇപ്പുറത്ത് ഉണ്ടാക്കാം. അപ്പോൾ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, 4 പച്ചമുളകും 2 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നല്ലോണം വഴറ്റി കൊടുക്കാം. പച്ചമുളക് പൊട്ടിത്തെറിക്കും. വളരെ ശ്രദ്ധിക്കണം, കൈ സൂക്ഷിക്കണം. പിന്നെ ഞാൻ പറഞ്ഞിട്ടാണെന്നൊന്നും പറഞ്ഞേക്കണ്ട. അപ്പോൾ ഇത് പച്ചമുളക് വേണമെങ്കിൽ ചതച്ചിട്ടിടാം കേട്ടോ. പക്ഷേ കുട്ടികളെല്ലാം തിന്നുമ്പം ബുദ്ധിമുട്ടല്ലേ, അപ്പോൾ അതുകൊണ്ടാണ് ചതക്കാഞ്ഞത്. ഇതാകുമ്പോൾ നമുക്ക് എടുത്ത് കളയാൻ എളുപ്പമല്ലേ. അപ്പോൾ അതിൻ്റെ പച്ചമണം പോയതിന് ശേഷം 1.5 കപ്പ് വലിയുള്ളി പൊടിയായിട്ട് അരിഞ്ഞതും ചേർത്തിട്ട് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഇതിലേക്ക് ഉപ്പ് ചേർക്കാം. ഉപ്പ് ചേർക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. ഈ മസാലയ്ക്ക് മാത്രമുള്ള ഉപ്പ് മതി കേട്ടോ. അതിന് മാത്രമുള്ളത് വളരെ ശ്രദ്ധിച്ച് ചേർക്കണം. അതുകൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കിയിട്ട് സിമ്മിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് മൂടി വെക്കാം. ആസ് യൂഷ്വൽ നമ്മളെപ്പം ചെയ്യുന്ന അങ്ങനെയല്ലേ, അധിക നേരം ഇളക്കേണ്ട ആവശ്യമില്ലല്ലോ.
അപ്പോൾ ഇതിങ്ങനെ ഗോൾഡൻ ബ്രൗൺ അങ്ങനെയൊന്നുമില്ല, ഒന്ന് വാടി വന്നാൽ മതി. എന്നാൽ തന്നെ കല്ലുമ്മക്കായൻ്റെ കൂടെ കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതാ ഏകദേശം ആയി വരുന്നുണ്ട്. ഇതിൽ കുറച്ചുകൂടി വെള്ളം വറ്റാനുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇത് നോക്കണ്ടല്ലോ, അപ്പോൾ അത് ഇളക്കാൻ എളുപ്പമായി സമയമുണ്ട്. അപ്പോൾ അത് ഹൈ ഫ്ലെയിമിലിട്ടിട്ട്, അല്ലെങ്കിൽ കല്ലുമ്മക്കായ് ലോ ഫ്ലെയിമിലും ഇത് ഹൈ ഫ്ലെയിമിലും. ഇതിപ്പോൾ മൂടി വെച്ചതുകൊണ്ട് ഇത് ലോ ഫ്ലെയിമിൽ, അത് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് അതിൻ്റെ വെള്ളം നല്ലോണം തോർത്തിയെടുക്കാം. കണ്ടോ? ഇന്നെന്താണെന്നറിയില്ല, മഴക്കാറ് കൊണ്ട് എല്ലാം ഇരുടായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് ആരും തെറ്റിദ്ധരിക്കണ്ട, എന്താ ഈ ഇരുട്ടത്ത് പോയി ചെയ്യുന്നത്. ഇരുടൊന്നുമല്ല ഈ അടുക്കളയിൽ, പക്ഷേ ഇന്ന് നല്ല മഴക്കാറായതുകൊണ്ട്. കണ്ടോ? ഇങ്ങനെ ഒന്നായാൽ മതി, ഒന്ന് വഴന്ന് വരണം, അത്രയേ ഉള്ളൂ. കണ്ടോ? പെട്ടെന്നായി കിട്ടി. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് കുറച്ച് മസാലകൾ ചേർത്ത് കൊടുക്കണം. കുറച്ച് എന്ന് പറയുമ്പോൾ വളരെ കുറച്ച്. 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/4 ടീസ്പൂൺ ഗരം മസാലയും മാത്രമേ ഇപ്പം ചേർക്കുന്നുള്ളൂ. നമ്മൾ മഞ്ഞളും മുളകെല്ലാം മറ്റതിൽ ചേർത്തത് കൊണ്ട് തന്നെ പച്ചമുളകും ഉണ്ട്, കുരുമുളകും ഇട്ട്. ഇനി മുളകിൻ്റെ പൊടീൻ്റെ വലിയ ആവശ്യമൊന്നുമില്ല. എന്നാലും നമ്മളിതിങ്ങനെ കാണുമ്പോൾ എന്തോ പോലെ ഉണ്ടാ അല്ലേ. അപ്പം തക്കാളിയും കൂടെ ചേർത്തിട്ട് നമുക്ക് ഈ മസാല ഒന്നും കൂടെ നല്ലോണം ഫ്രൈ ആക്കി നോക്കാം. എന്നിട്ട് പോരെങ്കിൽ നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി നമ്മൾ ചേർത്തിട്ടേ ഇല്ല ഇതിൽ, അതുകൊണ്ട് അതിൻ്റെ ഒരു കളറ് ഒരു കുറവുണ്ടാവും. അപ്പോൾ ഞാനിതാ എല്ലാം ഒന്ന് ഇളക്കിയതിന് ശേഷം എനിക്കെന്തോ ഒരു വല്ലായ്മ, അപ്പോൾ ഞാൻ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ മുളക് പൊടിന് കോപിക്കണ്ട. അത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കൊന്ന് 1/2 കപ്പ് വെള്ളവും കൂടി ചേർത്തിട്ട് ഇതൊന്ന് മൂടി വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. 1/2 കപ്പ് വെള്ളം അത്രയേ വേണ്ടു കേട്ടോ. 1/2 കപ്പ് എന്ന് പറയുമ്പോൾ വളരെ കുറച്ച്. അത് നല്ലോണം ഒന്ന് ചേർത്ത് ഇനി ഒന്ന് മൂടി വെച്ച് തക്കാളി നല്ലോണം ഒന്ന് വെന്ത് അതിലുള്ള അതിൻ്റെ ടേസ്റ്റെല്ലാം ഇതിൽ ഇറങ്ങട്ടെ. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. അപ്പോഴത്തേക്ക് നമ്മളെ കല്ലുമ്മക്കായ് ഏകദേശം ആയിട്ടുണ്ട്. കണ്ടോ? ക്രിസ്പിയായി വന്നിട്ടുണ്ട്. ഇത് നല്ലോണം ഒന്ന് വെള്ളം വറ്റി വരട്ടെ. തക്കാളി വേവാൻ വലിയ നേരമൊന്നും വേണ്ടല്ലോ, 1 മിനിറ്റ് അത്രയേ വേണ്ടൂ. ഇനി മൂടി വെക്കണ്ട, ഇങ്ങനെ തന്നെ അങ്ങ് വഴറ്റി കൊടുക്കുമ്പോൾ ഏകദേശം തക്കാളിയും വെന്തങ്ങലിയും വെള്ളവും വറ്റും. വെള്ളം നമുക്ക് ആവശ്യമില്ല. അപ്പോൾ അതാ വെള്ളം വറ്റി വരുന്നുണ്ട്. അപ്പോൾ നമ്മളെ കല്ലുമ്മക്കായ് നല്ലോണം വറ്റിയിട്ട് വെള്ളമെല്ലാം വറ്റി നല്ല ഫ്രൈ ആയി ക്രിസ്പിയായി വന്നിട്ടുണ്ട്. അതും കൂടെ ഇതിൽ ചേർത്തിട്ട് ഇപ്പോൾ ലേശം വെള്ളത്തോട് കൂടി ചേർക്കുമ്പോൾ ആ മസാല ഇതിൽ പിടിക്കുക. അപ്പോൾ അതും കൂടെ നല്ലോണം ഒന്ന് പിടിച്ച് വരുമ്പോൾ ഇത് ചൂടോടെ വിളമ്പണം കേട്ടോ. അതിനാണ് ഇത് സൂപ്പറായിട്ടുണ്ടാവുക. ചോറിൻ്റെ കൂടെയും നെയ്ച്ചോറിൻ്റെ കൂടെയും പിന്നെന്നാ ഈവൻ ദോശക്കും കൂടെ കഴിക്കും നമ്മൾ മക്കൾ. അപ്പോൾ അതാ റെഡി ആയിട്ടുണ്ട്. ഇപ്പം വേണമെങ്കിൽ മല്ലിയില ഇട്ട് കൊടുക്കാം. എൻ്റെ കയ്യിൽ മല്ലിയില ഇല്ലാത്തതുകൊണ്ട് ഞാൻ കറിവേപ്പില ഇട്ടിട്ടുള്ളൂ. അപ്പോൾ അത് നിങ്ങൾക്ക് ഓപ്ഷനാണ്. അപ്പോൾ അതും കൂടെ ചേർത്ത് ഇനി നമുക്കിതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. എല്ലാവരും ഉണ്ടാക്കി കഴിച്ചു നോക്കി അഭിപ്രായം അറിയിക്കാൻ മറക്കണ്ട. അടുത്ത ആഴ്ച കാണുന്നത് വരെ താങ്ക് യു.